ബലാത്സംഗ കേസിൽ റാപ്പർ വേടനെ ഇന്നും പോലീസ് ചോദ്യം ചെയ്യുകയാണ്. തൃക്കാക്കര സ്റ്റേഷനിൽ വേടൻ ചോദ്യം ചെയ്യലിന് ഹാജരായി. വേടനെ വിശദമായി ചോദ്യം ചെയ്യുമെന്നും ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നും തൃക്കാക്കര ACP ഷിജു പറഞ്ഞു. ഇന്ററോഗേറ്റ് ചെയ്യും, ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കും, പിന്നെ ബാക്കിയുള്ള നടപടികൾ സ്വീകരിക്കും. അത് ക്വസ്റ്റ്യൻ ചെയ്തതിനു ശേഷം രേഖപ്പെടുത്തും. ക്വസ്റ്റ്യൻ ചെയ്തതിനു ശേഷം വിവരങ്ങളുമായി നവമി ദിനേശ്. നവമി, മുൻകൂർ ജാമ്യമുണ്ട്, അതുകൊണ്ട് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയാലും ഉടൻ വിട്ടയക്കും. പക്ഷെ അറിയേണ്ടത് ഈ ആരോപണങ്ങളിൽ എത്രമാത്രം കഴമ്പുണ്ട് എന്നതാണ്. എങ്ങനെയാണ് ചോദ്യം ചെയ്യൽ? ശ്രീജ, രണ്ടാമത്തെ ദിവസത്തെ ചോദ്യം ചെയ്യൽ 10 മണിയോടുകൂടി തന്നെ ആരംഭിച്ചു. വേടൻ ഇന്നും പതിവ് പോലെ സ്റ്റേഷനിൽ ഹാജരായി. തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലാണ് ഹാജരായത്. ഇന്നലെയും ഇന്നും അങ്ങനെ 2 ദിവസം ചോദ്യം ചെയ്യാനാണ് കോടതി അനുമതി നൽകിയിരിക്കുന്നത്. എന്തായാലും ജാമ്യം ലഭിച്ചിരിക്കുന്നത് കൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കും. ആൾജാമ്യവും ബോണ്ടും മാത്രമായിരിക്കും നിബന്ധനയുള്ളത്. അങ്ങനെ എന്തായാലും വേടനെ ഇന്നും കൂടി ചോദ്യം ചെയ്യുമ്പോൾ പ്രധാനമായും അന്വേഷണ സംഘം അറിയുന്നത് ഈ വാട്സപ്പ് ചാറ്റുകളടക്കം യുവ ഡോക്ടർ, പരാതിക്കാരിയായിട്ടുള്ള യുവ ഡോക്ടർ പോലീസിന് മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട്. തെളിവുകളുടെ ഭാഗമായി ഇതെല്ലാം കൃത്യമായി തന്നെ പരിശോധിക്കുക എന്നുള്ളൊരു കാര്യം കൂടിയായിരിക്കും. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഇന്ന് പോലീസിന്റെ ഭാഗത്തു നിന്നും വേടനൊപ്പം ഉണ്ടായിരിക്കും. വേടൻ പ്രധാനമായും കോടതിയിലടക്കം ചൂണ്ടിക്കാട്ടിയത് തനിക്കെതിരായിട്ട് നടക്കുന്ന ഒരു ഗൂഢാലോചനയാണ്. ഇനിയും തനിക്കെതിരെ ഇത്തരത്തിലുള്ള വ്യാജ പരാതികൾ വരാൻ സാഹചര്യമുണ്ട്. ഈ പെൺകുട്ടിയുമായി ഇഷ്ടത്തിലായിരുന്നു, പക്ഷെ പിന്നീട് ചില കാരണങ്ങൾ കൊണ്ടാണ് അത് മാറിപ്പോവുകയും പിന്നീട് ആ പെൺകുട്ടിയുമായിട്ടുള്ള ബന്ധം പിന്നീട് തുടർന്നു കൊണ്ടുപോകാഞ്ഞതും എന്നൊക്കെയായിരുന്നു വേടൻ കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നത്. ഈ പെൺകുട്ടി പറയുന്നത് തനിക്ക് മാനസികമായി വലിയ ബുദ്ധിമുട്ടുണ്ടായി, പലയിടങ്ങളിൽ കൊണ്ടുപോയി തനിക്ക് ലഹരി അടക്കം തന്ന് ബലാത്സംഗം ചെയ്യുകയായിരുന്നു വേടൻ. ഈ ബന്ധത്തിൽ വേടന് പിന്നീട് അതൃപ്തി ഉണ്ടാകുകയും താൻ കൂടുതൽ പൊസസീവ് ആകുന്നത് വേടൻ ഇഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായില്ല. അതിനെ തുടർന്നാണ് തന്നെ ഒഴിവാക്കിയത്. ഇത് മാനസികമായി തന്നെ ഒരുപാട് തളർത്തി. പലയിടങ്ങളിൽ 5ഓളം തവണയാണ് കോഴിക്കോടും കൊച്ചിയിലെ വിവിധ ഫ്ളാറ്റുകളിലും വീടുകളിലുമായിട്ടൊക്കെ ബലാത്സംഗം ചെയ്തതെന്നാണ് യുവതിയുടെ പരാതിയിൽ പ്രധാനമായും പറയുന്നത്. ഇവരുടെ വാട്സപ്പ് ചാറ്റുകൾ, ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ അടക്കമുള്ള കാര്യങ്ങളും വിശദമായി കിട്ടിയിട്ടുണ്ട്, പോലീസിന് തെളിവുകളായി ലഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും പ്രധാനമായും വേടനോട് ചോദിക്കുകയും ചെയ്യുക. പക്ഷേ കോടതി ഈ ഒരു കേസിൽ ഈ ജാമ്യം പരിഗണിക്കുന്ന വേളയിൽ തന്നെ കോടതി പറഞ്ഞിരുന്നത് ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധം എങ്ങനെയാണ് അതൊരു പീഡനമായി അല്ലെങ്കിൽ ഒരു ബലാത്സംഗമായി കണക്കാക്കാൻ കഴിയുക എന്നൊരു ചോദ്യം ഈ ഹർജി പരിഗണിക്കുന്ന തവണകളിലെല്ലാം തന്നെ കോടതി ആവർത്തിച്ച് ചോദിക്കുകയായിരുന്നു. എന്തായാലും വേടനെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായിട്ടുള്ള ഒരു വിധി തന്നെയായിരുന്നു കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. സ്വാഭാവികമായിട്ട് ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുക എന്നൊരു ഘട്ടത്തിലേക്കായിരിക്കും അന്വേഷണ സംഘവും കടക്കുക. അതിനുശേഷമായിരിക്കും കുറ്റപത്രം അടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ സമർപ്പിക്കുക എന്നതായിരിക്കും പോലീസിനെ സംബന്ധിച്ച് അടുത്ത ഘട്ടം എന്നോണം ചെയ്യുന്നത്. എന്തായാലും പരാതിക്കാരി ഇപ്പോഴും ഇതിൽ ഉറച്ചു നിൽക്കുകയാണ്. 2 പരാതികളാണ് ലഭിച്ചത്. ഒന്ന് തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലും മറ്റൊന്ന് എറണാകുളം സെൻട്രലും. അതിൽ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തുവാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് വേടന് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. ഇനി എന്തായാലും തൃക്കാക്കരയിലെ ചോദ്യം ചെയ്യലുകളും മറ്റ് നടപടിക്രമങ്ങളും പൂർത്തിയായതിനു ശേഷമായിരിക്കും സെൻട്രൽ പോലീസ് വേടനെതിരായിട്ടുള്ള മറ്റൊരു പരാതിയിൽ തുടർ നടപടികൾ സ്വീകരിക്കുക. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.